عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم النكاح من سنتي فمن لم يعمل بسنتي فليس مني وتزوجوا فإني مكاثر منكم الأمم ومن كان ذا طول فلينكح ومن لم يجد فعليه بالصيام فإن الصوم له وجاء. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. എൻ്റെ ചര്യ അനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. നിങ്ങൾ വിവാഹിതരാവുക. തീർച്ചയായും ഞാൻ നിങ്ങളെക്കൊണ്ട് മുൻ സമുദായങ്ങളോട് വർധനവിൽ അഭിമാനം കൊള്ളുന്നു. അതിനാൽ കഴിവുള്ളവൻ വിവാഹം ചെയ്യട്ടെ, അല്ലാത്തവൻ നോമ്പനുഷ്ഠിക്കട്ടെ. നോമ്പവന് പരിചയമാണ്. വിവാഹത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. പണത്തിനും പ്രതാപത്തിനും പ്രാധാന്യം കൊടുക്കാതെ മതബോധത്തിന് വൈവാഹിക കർമ്മങ്ങളിൽ ഒന്നാം സ്ഥാനം നൽകാനാണ് ഖുർആൻ്റെ നിർദ്ദേശം. നിങ്ങളിൽ നിന്ന് വിധവകളെയും നിങ്ങളുടെ അടിമകളായ സ്ത്രീ പുരുഷന്മാരിൽ നല്ലവരെയും നിങ്ങൾ വിവാഹം കഴിപ്പിക്കുക. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുന്നതാണ്. അള്ളാഹു ഉദാരനും സർവജ്ഞനുമെത്രേ. وانكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. പണം വിവാഹ തീരുമാനത്തെ ബാധിക്കരുതെന്ന വ്യക്തമായ നിർദ്ദേശമാണിത്. തഫ്സീർ അബ്ദുൽ സഊദിൽ കാണാം, വിവാഹം ആലോചിക്കുന്ന സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ദാരിദ്ര്യാവസ്ഥ വിവാഹത്തിന് തടസ്സമാവരുത്. കാരണം അള്ളാഹുവിൻ്റെ ഔദാര്യമുണ്ടെങ്കിൽ സമ്പത്തിൽ ഐശ്വര്യമുണ്ടാകും. ധനം വരികയും പോവുകയും ചെയ്യും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ സഹായം നൽകുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് ലഭിക്കുമ്പോൾ എല്ലാവിധ നന്മകളും നമുക്ക് എത്തിച്ചേരുന്നു. മുത്തറഫ് ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുക. അത് നിങ്ങളുടെ ഭക്ഷണത്തിലും സ്വഭാവത്തിലും വിശാലതയുണ്ടാക്കും. അത് നിങ്ങൾക്ക് മാന്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിവാഹത്തിലൂടെ പെണ്ണിൻ്റെ പണം പുരുഷൻ ആഗ്രഹിക്കരുത് എന്ന് മാത്രമല്ല, തന്നെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞ പെണ്ണിനെ വിവാഹം ചെയ്യുന്നതാണ് പുരുഷന് അഭികാമ്യം. ഒരു സ്ത്രീ പുരുഷനേക്കാൾ 4 കാര്യങ്ങളിൽ താഴെയായിരിക്കണം. വയസ്സ്, നീളം, സമ്പത്ത്, കുടുംബം എന്നിവയാണവ. 4 കാര്യങ്ങളിൽ പുരുഷൻ്റെ മേലെയായിരിക്കണം അവൾ. ഭംഗി, മര്യാദ, സൂക്ഷ്മത, സ്വഭാവം. പെണ്ണിന് പ്രധാനപ്പെട്ടത് സ്വഭാവശുദ്ധിയാണ്. ക്ഷമയുള്ളവളും സഹനമുള്ളവളുമായിരിക്കണം ഒരു നല്ല ഭാര്യ. പുരുഷന് മനസ്സമാധാനം നൽകാൻ സൽഗുണങ്ങൾ ഒത്തുചേർന്ന പെണ്ണിന് സാധിക്കും. അങ്ങനെ സംതൃപ്തമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നവന് പൂർണ്ണ ഹൃദയത്തോടെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാനും സാധിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിവാഹം കഴിക്കുന്നത് വരെ ഒരു അടിമയുടെ ഇബാദത്തിന് പൂർണ്ണത കൈവരികയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വിവാഹം കഴിക്കാതെ ഐശ്വര്യവാനായിട്ടുണ്ട് എന്ന് പറയുന്നവൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. അതുകൊണ്ട് കഴിവുള്ളവൻ വൈവാഹിക ജീവിതത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കണം. യുവാക്കളെ, നിങ്ങളിൽ നിക്കാഹിൻ്റെ ചെലവിന് കഴിവുള്ളവൻ വിവാഹം ചെയ്യട്ടെ. തീർച്ചയായും അത് കണ്ണിനെ കൂടുതൽ അടപ്പിക്കും, ഗുഹ്യസ്ഥാനത്തിന് കൂടുതൽ സുരക്ഷ നൽകും. അതിന് സാധ്യമല്ലാത്തവൻ നോമ്പനുഷ്ഠിക്കട്ടെ. തീർച്ചയായും അതവന് ഒരു പരിചയമാണ്. ആത്മീയതക്കെതിരല്ല ദാമ്പത്യ ജീവിതം. ആത്മീയോന്നതിക്കു വേണ്ടി വൈവാഹിക ജീവിതം ഉപേക്ഷിക്കാൻ ചില സ്വഹാബികൾ തീരുമാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ അവർക്ക് താക്കീത് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അന്ത്യദിനത്തെപ്പറ്റി ഉത്ബോധനം നടത്തി. സന്നിഹിതരായ സ്വഹാബികൾ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പിരിഞ്ഞുപോയത്. ശേഷം അവിടെയുണ്ടായിരുന്ന 10 പേർ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖർ ഇതിലുണ്ടായിരുന്നു. അവർ പരസ്പരം ചർച്ച നടത്തുകയും ഭൗതിക സുഖങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കാനും തീരുമാനിച്ചു. നല്ല വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക, എല്ലാ ദിവസവും നോമ്പ് തോൽക്കുക, രാത്രി മുഴുവൻ നിസ്കരിക്കുക, വിരിപ്പ് വിരിച്ച് കിടക്കാതിരിക്കുക, ഭാര്യമാരെയും സുഗന്ധത്തെയും സമീപിക്കാതിരിക്കുക തുടങ്ങിയ കർശന തീരുമാനങ്ങളായിരുന്നു അവരടുത്ത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയും തിരുനബി ഉടൻ ഉസ്മാൻ ഇബ്നു മദ്ഊൻ്റെ വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. ഉസ്മാൻ അവിടെ കാണാത്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, നിൻ്റെ ഭർത്താവിനെയും സുഹൃത്തുക്കളെയും പറ്റി എനിക്ക് കിട്ടിയ വാർത്ത സത്യമാണോ? ചോദ്യം കേട്ട ഉസ്മാൻ്റെ ഭാര്യ ഒന്ന് പകച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളവ് പറയാനോ ഭർത്താവിനെ പറ്റി ഉള്ളത് വെളിപ്പെടുത്താനോ അവർ ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഉസ്മാൻ നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയ ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തിച്ചേർന്നു. ഭാര്യ കാര്യങ്ങളൊക്കെ ഉസ്മാനോട് വിവരിച്ചു. ഉടൻ ഉസ്മാൻ ഇബ്നു മദ്ഊനും സുഹൃത്തുക്കളും
റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അവർ പറഞ്ഞു, അതേ നബിയേ, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ നന്മ മാത്രമാണ് ഞങ്ങൾ അതിലൂടെ ലക്ഷ്യമാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, അങ്ങനെയൊന്നും അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. കാരണം നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. അതുകൊണ്ട് തുടർച്ചയായി നോമ്പെടുക്കാതിരിക്കുക, നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുക. തീർച്ചയായും ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഞാൻ നോമ്പെടുക്കുന്നുണ്ട്, എടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്, ഞാൻ മാംസവും കൊഴുപ്പും കഴിക്കുന്നുണ്ട്, ഭാര്യമാരുമായി ബന്ധപ്പെടുന്നുണ്ട്. ആരെങ്കിലും എൻ്റെ ചര്യയെ വെറുത്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല.